ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ട്രിപ്പ് പോവാണ്. മച്ചാൻ വന്നിട്ടുണ്ട്, മച്ചാൻ ഹെൽമെറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ടുപേരും നമ്മൾ ജോയിൻ ചെയ്യും. ഒരാൾ പാലായിൽ നിന്നും പിന്നെ ഒരാൾ ഇവിടെ നമ്മുടെ അടുത്തു നിന്നും ജോയിൻ ചെയ്യും. അപ്പം ബാക്കി നമുക്ക് പോണ വഴി സംസാരിക്കും. ഗായ്സ്, നമ്മുടെ റോസമ്മേ സമയം 6:45. പക്ഷേ നല്ല തണുപ്പുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ വണ്ടി സ്റ്റോക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ മിററും എല്ലാം അതിനൊക്കെ കാണിച്ചായിരുന്നു. ബാക്കിൽ ടെയിൽ ചൈഡി ആക്കി നമ്മുടെ സ്റ്റോക്ക് നമ്പർ പ്ലേറ്റിൻ്റെ സെറ്റും ഒക്കെ വെച്ച് ഹഗ്ഗർ വെക്കാനുള്ള ഷൂ ഒന്നുമില്ല. ഹഗ്ഗറിൻ്റെ ഷൂ എവിടെയാണെന്ന് പോലും ഓർത്തിട്ടുണ്ട്. ഹഗ്ഗർ വെച്ചിട്ടില്ല. ജസ്റ്റ് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ സ്റ്റോക്കാണെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ മഗ്ഗാർഡെല്ലാം വെച്ചിട്ടുണ്ട്. ബാക്കി വന്ന വഴിക്കറിയാം. ഇപ്പോൾ ഗോപ്രോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ച് ഏകദേശം നല്ല ഫൈൻ ഇടുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അറിയില്ല എങ്ങനെയാണ്. ഇതിന് പോകുമ്പോൾ അറിയാം ഇടുമോ ഇല്ലയോ എന്ന്. പ്രധാനമായിട്ടും നമ്മളവിടെ പരിപാടി ചോദിച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ വരാറ്. അപ്പം കുറേ നല്ല തണുപ്പ് എപ്പോഴും അങ്ങനെ അധികം ചൂട് വരാറില്ല. ഇതൊക്കെ മുഴുവൻ റബ്ബറും നല്ല മരവും നല്ല ചോരയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അങ്ങനെ തണുപ്പ് വരാറില്ല ഇവിടങ്ങളിൽ. തിരിഞ്ഞു വരും ഇവിടങ്ങളിലപ്പോൾ അങ്ങനെ ചൂട് വരാറില്ല. എപ്പോഴും ഇനിയൊരു ഇരുണ്ട ഒരു ഇതും നല്ലൊരു തണുത്ത ഒരു അന്തരീക്ഷമൊക്കെയാണ്. സൂര്യനെ കുഴിച്ച് തന്നെ കണ്ടത്. പിന്നെ നമ്മുടെ കൂടെയുള്ള മച്ചാനെ കാണുന്നില്ല. മച്ചാൻ എനിക്കൊന്നും കണ്ണും കാണത്തില്ല. സൂര്യനെ കൊണ്ടിട്ട് കണ്ണ് കൂടി ഇരുട്ടായിട്ടിരിക്കുക. റോഡും വരെയൊക്കെ കാണത്തില്ല. വീടൊക്കെ കുറേ നാളെ വർഷങ്ങളായിട്ട് മഴ നടക്കണം വീടാ. അപ്പോൾ ഞാൻ നീ ഓർത്ത് നീ അപ്പുറത്തെ വഴി പോയില്ല. ആര്? നിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ ഡാഡി. പുള്ളിയെ ക്യാമറ കിട്ടിയിട്ടുണ്ട്. പുള്ളി ഫേമസ് ആക്കണോ? എടാ മുട്ടിയാറന്ന് അടിക്കണോ? മുട്ടിയാറന്ന് അടിക്കണോ? അറിയില്ലല്ലോടാ. കുലിക്ക് നോക്കാനായിട്ട് ഇതിന് കുലിക്ക് നോക്കണതൊന്നും നടക്കുകയല്ലേ ഇതിൻ്റെ. അപ്പോൾ ഗൈസ് ഒരാളെത്തിയിട്ടുണ്ട്. ഞാൻ അടുത്ത ആള് കിടങ്ങൂര് വെച്ച് കാണും. സ്ട്രോക്ക് എത്തിയിട്ടുണ്ട്. വണ്ടി തിരി കഥ പറയുമോ അവനോട് ഇരുന്ന്. ഞാൻ പമ്പിച്ചെന്ന് ആ ചേച്ചി അവിടെ കിടന്ന് ഡാൻസ് കളി. ഒരു മെഷീൻ വർക്ക് ചെയ്യണില്ല, അടുത്ത മെഷീൻ അതും വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഗൈസ് നമുക്ക് പോയി നീട്ടിറങ്ങാൻ പോകണം. പയ്യൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. തോന്നുന്നത് തെറ്റാന്ന് പറഞ്ഞ് ഫേവറാക്കാന്ന് പറഞ്ഞു. ഈ റോഡ് പരിചയമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്ത് ഏത് റോഡാണ്. നമുക്ക് നോക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഈ റോഡ് അറിയാമോ.
ബീച്ചൊക്കെ കുറേ ഒന്ന് കാണത്തില്ല. മരങ്ങാട്ടുപള്ളി, പാല, ശബരിമല, നേരെ ഇത് ബെസ്റ്റാണ്. നമ്മൾ നേരെ പാല ബൈപ്പാസ് കയറിയാണ് പോണേ. ടൗൺ ടച്ച് ചെയ്യുന്നില്ല, നേരെ ബൈപ്പാസ് ടച്ച് ചെയ്താൽ കയറി പോവാം. നമ്മുടെ മാണിസാറിൻ്റെയൊക്കെ വീണ്ടതിലൊക്കെ ഉള്ള വീട്ടിലെ ബൈപ്പാസ് ഒരു രക്ഷയില്ല. പൊള്ളി സ്ഥാനം വരെ പൊള്ളി റോഡ്, ഇമാതിരി റോഡാണ്, ഒന്നും പറയാനില്ലാത്ത ബൈപ്പാസ്. ഇവിടെ ഇങ്ങനെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നോക്കി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിനിറ്റ് മാറിയാൽ അപ്പോൾ വട്ടം വട്ടം പറഞ്ഞാൽ അവർ നിൽക്കണേ. അതാണ് ഏറ്റവും വലിയ സീൻ. നമ്മൾ ഇതുപോലെ സ്റ്റോക്കൊക്കെ കയറിപ്പോയിട്ടുണ്ട്. ഒപ്പം എത്തണം. അമ്മാരിൻ്റെ ഏത് വഴി പോകുമെന്ന് പോലും പറയാൻ പറ്റില്ല. സ്റ്റോക്കിന് വഴി അറിയാതിരിക്കും. അതൊക്കെ പോകണം. മച്ചാൻ്റെ കാര്യമാണ് വിഷയം. മച്ചാൻ കാണുന്ന ഏതെങ്കിലും റോഡ് കയറി എവിടെയെങ്കിലൊക്കെ പോയി. പിന്നെ നമ്മൾ തപ്പിപ്പിടിച്ച് ചെല്ലണം അവരെടുത്ത്. മിൻറ്റ് ഭയങ്കര ഇതുണ്ടെന്ന് നമുക്കറിയാം. അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ നൈസായിട്ട് യൂട്യൂബിൽ നോക്കി നൈസായിട്ട് വിൻഡിൻ്റെ സൗണ്ട് കുറയ്ക്കാനുള്ള ഹാക്സൊക്കെ നോക്കി നമ്മൾ നൈസായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, പരിപാടി ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ വീട്ടിൽ എത്തിയിട്ട് വീഡിയോ കണ്ടു നോക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെ വിൻഡിൻ്റെ സൗണ്ട് ഉണ്ടോ, എന്താ ചെയ്യേണ്ടത്. ഇനി ഇതിനപ്പുറം മൈക്ക് വാങ്ങാനാണെങ്കിൽ അഡാപ്റ്ററും സ്റ്റേജ് എല്ലാം കൂടി വാങ്ങാനുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇപ്പം ഇല്ല. കാരണം ഗോപ്രോ എടുത്തപ്പോൾ തന്നെ കുറച്ച് കാശായി നമ്മുടെ കയ്യിൽ. ആ കൂടെ ഇനിയിപ്പം ഇതെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഈ പറഞ്ഞാൽ എടുപ്പിച്ചു ടാങ്കെ പിടിക്കില്ലേ, ടാങ്ക് ഇളകിയിരിക്കുക. അത് വിൽക്കുക. ഇത് മീനച്ചില്ലാറില്ലേ, മീനച്ചില്ലാറില്ലേ? നല്ല സ്ഥലം, നല്ല അടിപൊളി. അപ്പോൾ നമ്മൾ വാഗമൺ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പയ്യനുണ്ട്. വാഗമൺ നമ്മുടെ വരുത്ത സിനിമയ്ക്കകത്തൊക്കെ കാണിക്കുന്ന സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഒരു ഏരിയാണ്. ഐസ്ക്രീം വണ്ടികളൊക്കെ ഉണ്ട്. പയ്യൻ ഒക്കെ അവരെല്ലാവരും കാണാൻ മേലേക്ക് പോയിട്ട് ഇനി ചാടാൻ വേണ്ടി നിൽക്കുന്നു. ഐസ്ക്രീമിൻ്റെ പുളിമാങ്ങ. Guys, ഓ മോനെ പൊളി വ്യൂ എന്ന് പറഞ്ഞാൽ പൊളി വ്യൂ. എൻ്റെ മോനെ അടിപൊളി വ്യൂ അല്ലേ. അവിടെയൊക്കെ മേഘം കണ്ടോ? അവിടെയൊക്കെ നൈസായിട്ട് വെട്ടടിച്ച് മലയ്ക്ക് രണ്ട് നിറ അല്ലേ. ആ മേഘം കാണുമ്പോൾ ഇവിടെ മേഘം കൂടെ ഉള്ളപ്പോൾ പൊളിയാട്ടോ. മേഘം തൊട്ട് നിൽക്കണ്. ഗായ്സ് തീർ പൊളി. ഓ ഇവിടെ കയറാൻ പറ്റില്ലല്ലേ, അടച്ചിട്ടേക്കോ അല്ലേ അമ്മാരെന്തി? ആ സാധനം ഇവിടെ വെച്ചാ വണ്ടിയുടെ വീഡിയോ എടുത്ത പ്രാവശ്യം. ആ ഇവിടെ വെച്ചിട്ട് വീഡിയോ എടുത്തു. ഇവിടെ നേരത്തെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. എല്ലായിടത്തും വെള്ളം ഒഴുകുക, മഴയുടെയാന്ന് തോന്നുന്നു. റോഡ് മുഴുവൻ വെള്ളം. ഇവിടെ മുഴുവൻ വേസ്റ്റ്, അതാണ് വിഷയം. സ്ട്രോക്ക് മോൻ കാണിച്ചടാ. മാസ്ക് ഒക്കെ ഊരി. ഇതാണ് സ്ട്രോക്ക്. DC സ്ട്രോക്ക് എന്നറിയപ്പെടും. മച്ചാനാണ് റൈഡർ മച്ചാൻ ഈസ് റൈഡിങ് മാൻ. പയ്യൻ VR46 ഫാനാട്ടോ. റോസി ഫാൻ മച്ചാനുണ്ടായി. നല്ല തണുപ്പായിട്ടുണ്ടല്ലോ. ഇതാണ് വിഷയം ഇവിടുത്തെ. വാഗമൺ ഇത്ര ആൾക്കാർ വരുന്ന സ്ഥലം. ഈ റോഡൊക്കെ ഒന്ന് നന്നാക്കുക ഗവൺമെൻറ്. എന്താണ് മറ്റേ ബൈക്കുകാരെയാണ് കുറ്റം പറയുന്നത്. ആക്സിഡൻറ്റ് റോഡൊക്കെ ഒന്ന് നന്നാക്കി ഒന്ന് കുറച്ചൊക്കെ അല്ലേ, കുറച്ചെങ്കിലൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ ആക്സിഡൻറ്റ് വെയിറ്റ് ലൈറ്റും ഇതങ്ങനെ.
അപ്പോൾ നമ്മളിപ്പോൾ പൈൻ വാലിയിലേക്കാണ് പോകുന്നത്. പൈൻ വാലി എങ്ങനെയാണെന്ന് അറിയത്തില്ല, കയറ്റുമോയെന്നൊന്നും നമുക്കറിയത്തില്ല. കയറ്റുമായിരിക്കും, കയറ്റിയില്ലെങ്കിൽ നമ്മൾ അടപടലും മൂഞ്ചും, അത് വേറെ വിഷയം. ഒന്നാമത്തെ കാര്യം പലയിടത്തും ചെക്കിങ്ങാണ്, നമ്മുടെ ഗോപ്രോ സീനാണ്. മിക്കയിടത്തും ചെക്കന്മാരുള്ളപ്പോൾ ഞാൻ ഗോപ്രോ ഊരി വെക്കുന്നുണ്ട്. കാരണം അതാണ് എനിക്ക് കുറേ ഫൂട്ടേജ് കിട്ടാത്തത്. വെറുതെ നമ്മളായിട്ട് റിസ്ക് എടുക്കണ്ടല്ലോ. അല്ലെ തന്നെ വണ്ടി കാണുമ്പോൾ തന്നെ എല്ലാവരും രൂക്ഷമായിട്ട് തന്നെയാണ് നോക്കണേ. അപ്പോൾ അത് സ്ട്രോക്ക് ഇത് വെള്ളത്തിൽ കളിക്കുന്നു. കുട്ടികളി ഇതിനായിട്ട് മാറിയിട്ടില്ലാത്ത പയ്യനാ. കുട്ടികളി മാറിയിട്ടേ ഇല്ല. സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, വെൽഡ് ചെയ്ത് വെച്ചേക്കണ. ചന്തയ്ക്ക് മറ്റേ പാൻറ് വെൽഡ് ചെയ്ത പോലെ തല വെൽഡ് ചെയ്ത് വെച്ചേക്കാണ്. അവന്റെ കുഞ്ഞു തലയാടാ. അപ്പോൾ ഗൈസ് നമ്മളിത് പൈൻ വാലിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കടകളൊക്കെ അടഞ്ഞു കിടക്കുക. അല്ല സ്റ്റോക്കെ കയറ്റി വിടുമോയെന്ന് പറയത്തില്ലായിരുന്നു, കേൾക്കണം പറഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെയാ? ഇവിടെ പാസ്സുള്ളതല്ലേ ശരിക്കും? പാസ്സുള്ളതാണല്ലോ ശരിക്കും. ഒരു കട പാവകളൊക്കെ. സ്റ്റോക്കിൻ്റെ വയറ് കാരണം പാവനൊന്നും കാണാൻ പറ്റില്ല. സ്റ്റോക്ക് ഇപ്പോൾ വയറും കൊട്ടിച്ച്. ബിയർ ആൻഡ് വൈൻ എല്ലായിടത്തും ഉണ്ട് കേട്ടോ, അങ്ങനെ സമാധാനം. അയ്യോ വാഗമണ് കാണാൻ പാവം, അതിന് പാലക്കാട് നിന്ന് വണ്ടി ബാധ കൂടി ഗൈസ്. മച്ചാന് ബാധ കൂടി, മച്ചാന്മാരെ മച്ചാന് ബാധ കൂടി. ഹലോ ഗൈസ്, ഒരു വി അടിച്ചു കാണിച്ചു. അയ്യോ വി അടിച്ചിട്ടുണ്ട്. അത് ആന്നോ ആന്നോ അങ്ങനെ നമ്മൾ പൈനിലെത്തിയിരിക്കുകയാണ് ഗൈസ്. പൈൻ ഫോറസ്റ്റിലെത്തിയിരിക്കുകയാണ്. എങ്ങനെയാണോ ഇറക്കി വിടുവോ? അപ്പോൾ ഗൈസ് ഇതാണ് പൈൻ ഫോറസ്റ്റ്. കയറാൻ പറ്റില്ല നമുക്ക്, കാരണം ഒന്നെങ്കിൽ 24 മണിക്കൂർ മുമ്പ് എടുത്ത RT-PCR സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ കോവിഡ് സർട്ടിഫിക്കറ്റ്, കോവിഡ് വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പം സർട്ടിഫിക്കറ്റോടെ വരണം. അത് പ്രിന്റഡ് കോപ്പി ആയിട്ട് വരുവാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പം നമുക്കിവിടെ കയറാൻ പറ്റില്ല, നമ്മൾ അറിയത്തില്ലായിരുന്നു. ഇവിടെ സ്റ്റാഫ് എല്ലാം ഉണ്ട്. ഇവിടെ പുതിയൊരു ഇതിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ബൈ ബൈ. സർവൈവ് ഇല്ല, ഇവനോട് ചോദിച്ചില്ലേ കോവിഡ് പോസിറ്റീവ് ആയതിൻ്റെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൈസ് നമ്മളിത് മുട്ടക്കുന്നിൻ്റെ ഏതോ ഒരു മുട്ടക്കുന്നിൽ കയറിയിരിക്കുക. അവിടെയൊക്കെ ഫൈൻ കയറ്റത്തില്ല, മറ്റേ RT-PCR സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. അതുകൊണ്ട് നമ്മളിപ്പം നൈസായിട്ട് ആരും കാണാത്തൊരു മുട്ടക്കുന്നിൽ കയറുക. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. തങ്കൽപാറ കണ്ടോ? തങ്കൽപാറ മുഴുവനും കോടയാണ്. ആ കോട ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞല്ലേ സ്റ്റോക്കെ? കോട ഇവിടെ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം നിന്നു. കോട ഞങ്ങളെ പറ്റിക്കുക. അടിപൊളി. ചെറുക്കന്മാർ താഴെ ഉണ്ടായിരുന്നു. തിരിച്ചു വരുന്നുമുണ്ട് വീണ്ടും. അവസ്ഥ അവിടെയൊക്കെ ആളുകളുണ്ട്. അടിപൊളിയാണ്, വ്യൂ ഉണ്ട്. നല്ല വെയിലായിരുന്നു, ഇപ്പൊ ഒന്ന് തണലൊക്കെ വന്നു. പക്ഷെ കോട ഇങ്ങോട്ട് വന്നില്ല, അതാണ് വിഷയം. കോട വന്നില്ല, തിരിച്ചു വരുന്നുണ്ട്. അതാണ്. നൈസായിട്ട് ഇരുന്നു, നൈസായിട്ടിരിക്കട്ടെ. നമ്മളിതേ മുട്ടക്കുന്നിൽ നിന്ന് ഇറങ്ങുവാണ്. നമ്മുടെ വണ്ടി ഇതേ അങ്ങ് താഴെ റോട്ടിരിപ്പുണ്ട്. ഒറ്റയ്ക്ക് ആരുമില്ലാതെ, കൂട്ടിനാരും ഇല്ലാതെ ഇരിപ്പുണ്ട്. സ്റ്റോക്കുണ്ട്, മച്ചാനുണ്ട്, എല്ലാവരും ഇറങ്ങുവാണ്. ശോകമല്ലേ, കാരണം ആളില്ല. ഒന്നാമത്തെ കാര്യം ഇതാ. പക്ഷെ നല്ലത് സമാധാനമുണ്ട്, പക്ഷെ കളക്ഷൻ ഇല്ല ഗൈസ്. എന്നാ ചെയ്യാനാ? കോവിഡൊക്കെ മാറിയിട്ട് വേണം പഴയ വിലയൊക്കെ ഒന്ന് കളക്ഷൻ.
ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ ഓരോ രീതികളെന്നൊന്നും നമുക്കറിയില്ല. നമുക്കിപ്പം തുടക്കമാണ്, കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരും. നമ്മൾ ആദ്യം എല്ലാം തോൽവികളിൽ നിന്നാണല്ലോ. അപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല വീഡിയോ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നത് കഴിഞ്ഞതൊക്കെ. ഇത് കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പം നമ്മളിത് പറയിപ്പിക്കണ്ടല്ലോ ആരെയും കൊണ്ട്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ആൻഡ് സീ യു. ഓക്കെ.